ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സോഫി. എല്ലാവരും സേഫായി സുഖമായിരിക്കാൻ ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മോമോസ് ആണ്. വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ് ഇത്. അപ്പോൾ ഞാൻ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. മോമോസ് തയ്യാറാക്കാൻ നമുക്ക് ആദ്യം വേണ്ട ചിക്കൻ ആണ്. ഞാൻ ഇവിടെ 150 ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ് എടുത്തേക്കുന്നത്. ഇപ്പൊ ബോൺലെസ് ചിക്കൻ തന്നെ വാങ്ങിക്കണമെന്നില്ല, സാധാരണ ചിക്കൻ വാങ്ങിച്ച് നമുക്ക് എല്ല് മാറ്റിയിട്ട് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ബട്ടർ ആണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ നമുക്ക് നാരങ്ങ നീരാണ് വേണ്ടത്. ഞാൻ ഇവിടെ ഒരു 1/4 ഭാഗം നാരങ്ങയുടെ നീരാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് മൈദാമാവ് വേണം. 1.5 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓയിൽ വേണം. പിന്നെ ഒരു മീഡിയം സൈസ് സവാള വേണം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില വേണം. പിന്നെ 1 ടേബിൾ സ്പൂൺ വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കുനുകുന അരിഞ്ഞത്, ഒരു പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് വെള്ളം. ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ്. മൊമോസ് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് മാവ് കുഴച്ച് വെക്കാം. 1.5 കപ്പ് മാവാണ് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിനി അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതിനെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് മാവ് സോഫ്റ്റ് ആവാൻ വേണ്ടി ഇച്ചിരി എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് എടുത്തേക്കുന്നത്. കുഴച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെ ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. മാവ് ഒരു അരമണിക്കൂർ വെച്ചിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് വെക്കേണ്ട മസാല തയ്യാറാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഒരു ജാർ എടുത്ത് നമുക്ക് ഈ ചിക്കൻ പീസസ് ഇതിലിട്ട് കൊടുക്കാം. ഒരടിയിൽ നമുക്കൊരു ചെറിയൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഏകദേശം ഈ ഒരു പരുവത്തിന് മതി. ഇനി നമുക്കിതിനെ അരച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും 1.5 ടീസ്പൂൺ ബട്ടറും കുറച്ച് കറിവേപ്പിലയും, പിന്നെ കുരുമുളക് പൊടി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എനിക്ക് പിന്നെ അധികം എരിവ് താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ആവശ്യത്തിന് ഉപ്പ്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് എണ്ണ കൂടെ ഒഴിക്കണം. ഞാൻ ഒലിവ് ഓയിലാണ് എടുത്തേക്കുന്നത്. ഏത് എണ്ണ വേണം നമുക്ക് യൂസ് ചെയ്യാം. ഇനി മാറ്റി വെച്ചിരിക്കുന്ന മാവ് എടുത്ത് നമുക്ക് ഉരുളകളാക്കാം. ഏകദേശം ചപ്പാത്തിക്ക് എടുക്കുന്ന അത്ര ഒരു വലിപ്പം മതി. ഇനി നമുക്കിതിനെ ചപ്പാത്തിക്ക് പരത്തി എടുക്കുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒത്തിരി കട്ടിയാവാനും പാടില്ല, ഒത്തിരി നൈസ് ആവാനും പാടില്ല. കാരണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ തീരെ നൈസായി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിയും പോവും, കരിഞ്ഞും പോവും, സംഗതി നമ്മുടെ കയ്യിൽ നിന്നും പോവും. ഇനി ഇതിനെ നമുക്കിതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. റൗണ്ട് ആയിട്ടാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്യുന്നത്. ഞാൻ ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ ബൗളാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റീലിൻ്റെ ബൗൾ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ അറ്റം ഷാർപ്പായിട്ടുള്ള ഗ്ലാസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബൗളൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് തിരികെ കൊടുക്കുമ്പോൾ ഇതുപോലെ കട്ടായി വരും. എന്നിട്ട് ഇതിൽ കാണിച്ചേക്കുന്ന പോലെ നമുക്ക് ഇളക്കിയെടുക്കാം. ഇനി ഈ വേസ്റ്റ് മാവ് കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിനെ വീണ്ടും ഉരുളകളാക്കി വീണ്ടും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. കുഞ്ഞു ചപ്പാത്തിയിൽ മാറ്റി വെച്ചേക്കുന്ന ചിക്കൻ്റെ മിക്സ് ഒന്ന് വെച്ചു കൊടുക്കാം. ഇതിനൊന്ന് മടക്കി നമുക്കിതിൻ്റെ രണ്ടറ്റവും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം.
ഞാൻ ഈ 2 വീഡിയോ കാണിക്കുന്ന വേറൊന്നും കൊണ്ടല്ല, ഇതിനെ ഞാൻ 2 ഷേപ്പായിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് നമുക്ക് ഇതുപോലെ സൈഡ് പ്രസ് ചെയ്ത് കൊടുത്ത് ഫോർക്ക് വെച്ച് ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. മറ്റൊന്ന് നമുക്ക് ചെറുതായിട്ട് പ്ലീറ്റ്സ് എടുക്കുന്ന പോലെ എടുത്ത് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഈ കാണുന്ന ഈ 2 ഷേപ്പിലാണ് ഞാനിത് ചെയ്തേക്കുന്നത്. ഞാനിത് ഈസി ആയിട്ടുള്ള 2 ഷേപ്പ് കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഷേപ്പിൽ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഞാൻ ഒരു റൗണ്ട് ഷേപ്പും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ 2 രീതിയിലാണ് തയ്യാറാക്കുന്നത്. സ്റ്റീം ചെയ്ത് എടുക്കുന്നുണ്ട്, ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഫ്രൈ ചെയ്താലോ? അതിനായി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു കടായി വെച്ച് അത് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഇതൊന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം 10 to 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് സ്റ്റീം ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കാം. ഞാനിവിടെ ഇഡലിക്കുട്ടുകൾ എടുത്ത് അതിൽ കുറച്ച് എണ്ണ തടവി നമ്മുടെ ഇത് വെച്ചു കൊടുത്ത് അടച്ചു വെക്കുക. ഇതും സെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അത് കഴിഞ്ഞ് തണുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ മോമോസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. സ്റ്റീം ചെയ്ത മോമോസും ഫ്രൈ ചെയ്ത മോമോസും. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് വഴി എന്നെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ഞാൻ എന്റെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.